നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കൊടിയ അനീതിക്കെതിരായിട്ടുള്ള കടുത്ത സമരത്തിൻ്റെ തുടക്കം നമ്മൾ കുറിക്കുകയാണ്. ഇതൊരു ശുഭദിനമാണ്. നിങ്ങൾക്കറിയാം, കാലാവസ്ഥ പോലും പ്രകൃതി പോലും നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുക. സുഹൃത്തുക്കളെ, ഇത് 10,000 രൂപയുടെ ഒരു പ്രശ്നമല്ല. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരു കൊടിയ അനീതിയുടെ. അതെന്താണ്? 2% പേർ 24% വരുന്ന നമ്മുടെ പൊതുവിഭവങ്ങൾ കവർന്നെടുക്കുന്ന സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന ഒരു കപട വ്യവസ്ഥിതി ഇവിടെ നിലവിലുണ്ട്. അതിനെ പൊളിച്ചെഴുതാതെ, അതിനെ തിരുത്താതെ സുഹൃത്തുക്കളെ, ഒരു കാലത്തും നിങ്ങൾക്ക് 10,000 പോയിട്ട് 5,000 രൂപ പോലും കിട്ടുകയില്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് വേണ്ടത് എന്താണ്? ഈ വ്യവസ്ഥയെ നിങ്ങളെ പൊളിച്ചെഴുതാനുള്ള സമര പരിപാടികളുടെ തുടക്കമാണിത്. ഇത് ഇവിടെ ഇരിക്കുന്ന എനിക്ക് അത്ഭുതപ്പെടുന്ന ഒരു കാര്യം, ഇവിടെ വൃദ്ധരാണ് കൂടുതലായിട്ടുള്ളത്. പക്ഷേ ഇത് വൃദ്ധർക്ക് വേണ്ടി മാത്രമുള്ള സമരമല്ല, ചെറുപ്പക്കാർക്ക് വേണ്ടി, ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിക്കും വേണ്ടി, അവരുടെ സാമൂഹിക സുരക്ഷിതത്വത്തിന് വേണ്ടിയിട്ടുള്ള സമരമാണ്. കാരണം നമുക്കറിയാം, ഇന്ന് ചെറുപ്പക്കാരൊക്കെ നാട് വിട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? അവർക്ക് സാമൂഹിക സുരക്ഷിതത്വമില്ല. എന്തുകൊണ്ട് സുരക്ഷിതത്വമില്ല? ഉള്ള വരുമാനത്തിന്റെ 24% വരും 2% പേർക്ക് എക്കാലത്തും പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു അശാസ്ത്രീയവും അധാർമികവുമായ ഒരു വ്യവസ്ഥിതി ഇവിടെ നിലവിലിരിക്കുകയാണ്. ആ വ്യവസ്ഥിതിക്കെതിരായിട്ടുള്ള സമരത്തിന്റെ തുടക്കമാണ്. സുഹൃത്തുക്കളെ, ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന് പറയുന്ന ഈ വ്യവസ്ഥ തുടങ്ങിയത് 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്താണ്. അന്ന് നമ്മുടെ ജീവിത ദൈർഘ്യം എന്ന് പറയുന്നത് വെറും 32 വയസ്സായിരുന്നു. സർക്കാർ ഉദ്യോഗസ്ഥന്മാർ വളരെ കുറവ്, അവരുടെ ശമ്പളം വളരെ കുറവ്. അന്ന് സമൂഹം ഒരു തീരുമാനമെടുത്തു, അവരുടെ ശമ്പളത്തിൽ നിന്ന് മാറ്റിവെക്കാതെ ഖജനാവിൽ നിന്ന് എടുത്ത് ഒരു 5 അല്ലെങ്കിൽ 7 വർഷം ഇവർക്കൊക്കെ കൊടുത്തേക്കാം എന്നുള്ള ഒരു സൗമനസ്യം കാണിച്ചതിന് സമൂഹം കൊടുക്കുന്ന വിലയാണ് ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ജീവിത ദൈർഘ്യം 73 വയസ്സാണ്. അതിനെയും വർദ്ധിക്കും. കാരണം ഈ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനൊക്കെ വാങ്ങുന്നവരുടെ ജീവിത ദൈർഘ്യം കൂടുതലായിരിക്കും, അവർക്ക് ചികിത്സ കിട്ടും. അപ്പോൾ ഇന്നിപ്പോൾ 30 വർഷം ശമ്പളവും പെൻഷനും വാങ്ങുന്നവർ അത് കഴിഞ്ഞിട്ട് അടുത്ത 30-40 വർഷം സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ എന്ന കള്ളപ്പേരിൽ അറിയപ്പെടുന്ന ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിലെ കൊടിയ അനീതി നമ്മുടെ സമൂഹം തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് ഈ സമരം അവസാനിക്കുകയില്ല. ഇത് തിരുത്തുന്നത് വരെ നിങ്ങൾ തുടർച്ചയായിട്ട് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകണം. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അനീതിക്കെതിരായിട്ടുള്ള എല്ലാ തരത്തിലുള്ള പോരാട്ടങ്ങളുടെയും അവസാനത്തെ ആയുധം അക്രമമാണ്. അനീതിക്കെതിരായിട്ടുള്ള പോരാട്ടങ്ങളുടെ അവസാനത്തെ ആയുധം അക്രമമാണ്. പക്ഷേ നിങ്ങളെല്ലാവരും അക്രമത്തിനെതിരാണ്. നമ്മളെല്ലാവരും ഗാന്ധിജിയുടെ നിസ്സഹകരണ പ്രസ്ഥാനം, അതല്ലെങ്കിൽ അഹിംസാ പ്രസ്ഥാനത്തിന്റെ ആൾക്കാരാണ്. പക്ഷെ അതൊരു ബലഹീനതയായിട്ട് ആരും കരുതല്ല. അത് നമ്മള് കൂടുതൽ സമര പരിപാടികളിലേക്ക് പോവുകയാണ്. നമ്മുടെ സമൂഹത്തെ കൂടുതൽ